ബി.ജെ.പിക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു 5 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു 2ാം സ്ഥാനത്ത് വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിയമം കഴിഞ്ഞാൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മണ്ഡലം എന്ന് പറയേണ്ടി വരും വട്ടിയൂർക്കാവിനെ. കാരണം കണക്കുകൾ ആ രീതിയിലാണ് നമുക്ക് മുമ്പിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2500-നടുത്ത് ഭൂരിപക്ഷം വട്ടിയൂർക്കാവ് നിയമസഭാ സെഗ്മെന്റിൽ ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. ആകെയുള്ള 25 കൗൺസിലർമാരിൽ 11 കൗൺസിലർമാർ ബി.ജെ.പിയുടേതാണ്. ഏറ്റവും കൂടുതൽ കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുത്തത് വട്ടിയൂർക്കാവിൽ ബി.ജെ.പി ആണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ 53,000-ലധികം വോട്ടാണ് പിടിച്ചത്. ആ മണ്ഡലത്തിൽ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ലീഡ് നേടാൻ സാധിച്ചു. 8,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേടാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2016-ലും 2021-ലും 2ാം സ്ഥാനത്ത് എത്താനും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ്. കാരണം RSSന് വളരെ സംഘടനാപരമായിട്ട് ശക്തിയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അവിടെ ആര് വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷൻ ഭരണമൊക്കെ പിടിച്ചതിൻ്റെ ഒരു ആവേശം പ്രവർത്തകർക്കിടയിലുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ, അതായത് കെ മുരളീധരനും വി കെ പ്രശാന്തും മത്സരിക്കുകയാണെങ്കിൽ അവരോട് എതിരിടാൻ പറ്റുന്ന ശക്തിയുള്ള അതേ രീതിയിലുള്ള ഒരു ടവറിംഗ് ആയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി.ജെ.പി അവിടെ രംഗത്തിറക്കേണ്ടത്. ആരാണെന്നുള്ള ചോദ്യം സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജി കൃഷ്ണകുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, ശ്രീലേഖയുടെ പേര് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പത്മജ വരുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. കെ മുരളീധരനും പത്മജിയും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ ബി.ജെ.പി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വലിയൊരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെയൊക്കെ സാധാരണക്കാരായ പ്രവർത്തകർക്കൊക്കെ ഈ ഒരു വികാരമുണ്ട്. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ എത്തുകയാണെങ്കിൽ ശരിക്കും തലസ്ഥാനത്ത് ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് വലിയ ഡിമാൻഡ് ഉണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് ഒരു അനുകൂലമായിട്ടുള്ള മണ്ഡലം തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരെ ആകർഷിക്കാനും പിന്നെ മുതിർന്ന വോട്ടർമാരെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ആകർഷിക്കാൻ, പാർട്ടിക്ക് അതീതമായുള്ള വോട്ടുകൾ പിടിച്ചു കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ്. പെട്ടെന്ന് തന്നെ കളം പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ശോഭാ സുരേന്ദ്രനുണ്ട്. നല്ല പ്രാസംഗികയാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നിയമസഭയിൽ എന്തായാലും എത്തേണ്ട ഒരു നേതാവിനെ ഒരു വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെയാണ് മത്സരിപ്പിക്കേണ്ടത്. ഇപ്പോൾ കായംകുളത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ശോഭ മത്സരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വോട്ട് പിടിക്കും, ചിലപ്പോൾ 2ാം സ്ഥാനത്തൊക്കെ വരും. പക്ഷേ ജയിക്കാനുള്ളൊരു സാധ്യത വിരളമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. പിന്നെ പാലക്കാടും തൃശ്ശൂരും ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പാലക്കാടും നല്ല സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കുമ്പോൾ, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കുമ്പോൾ ബി.ജെ.പി എന്തായാലും നിയമസഭയിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ട നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു അനുകൂല തരംഗം ബി.ജെ.പിക്കുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വി രാജേഷൊക്കെ ആണെങ്കിൽ ഇതിനകം തന്നെ നല്ല പേരെടുത്തിട്ടുണ്ട് ഒരു മേയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അനുകൂല അന്തരീക്ഷം പരമാവധി മുതലാക്കി അവിടെ മത്സരിച്ച് വിജയിക്കാൻ ബി.ജെ.പിക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു സ്ഥാനാർത്ഥി വരുമ്പോഴാണ് അവിടുത്തെ കേഡർ ഊർജിതരായിട്ട് മുന്നോട്ട് വരിക. അല്ലെങ്കിൽ അവർക്ക് ഒരു ഉണർവ് വരണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി വേണം. അപ്പം അതുകൊണ്ട് തന്നെ പത്മജയെക്കാളും ശ്രീലേഖയെക്കാളും കൃഷ്ണകുമാറിനേക്കാളൊക്കെ എന്തുകൊണ്ടും നിലവിൽ ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,00,000-ലധികം വോട്ടാണ് എഡീഷണലായിട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്, അതും ആലപ്പുഴ പോലത്തെ ഒരു മണ്ഡലത്തിൽ. അപ്പോൾ എവിടെ നിൽക്കുകയാണെങ്കിലും എഡീഷണൽ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റിയുള്ള ജനകീയ ഇമേജുള്ള ഒരു ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പിയിലെ വനിതാ മുഖമാണ്. അതുകൂടാതെ തന്നെ കേരളത്തിൽ തന്നെ ഒരു ടോപ്പ് 5 സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള വനിതാ ലീഡർമാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരാൾ ശോഭാ സുരേന്ദ്രനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ബി.ജെ.പിക്ക് ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ രാജേഷിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, മാധ്യമ ശ്രദ്ധയാണെങ്കിലും ജനങ്ങളുടെ ആ ഒരു വികാര വായ്പൊക്കെ നമുക്കറിയാം. കാരണം അദ്ദേഹം ഒരു ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു
അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും നിയമസഭയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അവർക്ക് ലഭിക്കുന്ന ഒരു ജനശ്രദ്ധ, മാധ്യമ ശ്രദ്ധ, അത് ഏത് ലെവലായിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 4-5 MLA-മാരാണെങ്കിൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. അതുവഴി പാർട്ടിക്ക് കൂടുതൽ മുന്നേറാൻ കേരളത്തിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മുമ്പിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. കാരണം ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ അവിടെ ആവശ്യമാണ്. ഒരു പൊളിറ്റിക്കലി നല്ലൊരു ബാറ്റിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് വട്ടിയൂർക്കാവ് വേണ്ടത്. ഒരു നിഷ്പക്ഷ സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ നടത്താൻ പറ്റുന്ന, എന്നാൽ നിഷ്പക്ഷ വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്, അതാണ് ശോഭാ സുരേന്ദ്രൻ. പ്രത്യേകിച്ച് ജാതി മത താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് വോട്ടുകൾ ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രൻ സാധിക്കും. സ്വീകാര്യത ആ രീതിയിൽ വലിയ തോതിലുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് ശോഭയെ സംബന്ധിച്ച്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ BJPയുടെ ലിസ്റ്റ്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ BJPയുടെ ലിസ്റ്റ്, ഒഫീഷ്യൽ ലിസ്റ്റ് പുറത്തു വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ ഈ അനുകൂല അന്തരീക്ഷം പാർട്ടി നന്നായിട്ട് മുതലെടുത്ത് വിജയത്തിലെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.